നമ്മൾ നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത കണക്ക് തന്നെ 4 ഹവറിൽ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിലാണ് നിൽക്കുന്നത്. ഇന്ന് മാർക്കറ്റും വളരെ ചെറിയൊരു റേഞ്ചിൽ തന്നെയാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത്. ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് നിഫ്റ്റി വരുവാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ മാർക്കറ്റ് നിയർലി ഇന്ന് രാവിലെ 9:15 മാർക്കറ്റ് ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അവിടെ നിന്ന് മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു അപ്സൈഡ് 50 പോയിന്റോളം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഓപ്ഷൻ ചെയിൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ 24,500 നിയർലി 3 lakh നമ്പർ ഓഫ് കോൺട്രാക്ട്സ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി പുട്ട് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് നമ്പർ ഓഫ് റൈറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ കുറേ വീക്കുകളിലായിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ആയതുകൊണ്ട് തന്നെ കോൾ സൈഡിൽ കുറച്ച് അഗ്രസീവ് റൈറ്റേഴ്സിൻ്റെ നമ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. എന്നാൽ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇങ്ങനെ ഉണ്ടായ രാവിലത്തെ ഒരു റാലി നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം റിസ്ക് റിവാർഡ് നോക്കുവാണെങ്കിൽ അത് വളരെ അഗ്രസീവായിട്ട് പോവുകയാണ് ചെയ്തത്. നമുക്ക് ഒരു പ്രോപ്പർ റിസ്ക് റിവാർഡിൽ എൻട്രി എടുക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നീട് മാർക്കറ്റ് ഒരു ഡിപ്പിലേക്ക് വരികയും അവിടെ നിന്നൊരു ക്യാരക്ടർ ഓഫ് ചേഞ്ച് കിട്ടിയ സമയത്താണ് റീസെൻ്റായിട്ട് ഉണ്ടാക്കിയ ഹൈ വരെ 1:1 റിസ്ക് റിവാർഡ് വരുന്ന രീതിയിൽ നമ്മളൊരു ട്രേഡ് നിഫ്റ്റിയിൽ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിയർലി 24,500 അറൗണ്ട് നോക്കുവാണെങ്കിൽ ഓപ്ഷൻ ചെയിനിൽ വലിയ വേരിയേഷൻസ് ഒന്നും ആ ഒരു മോർണിംഗ് തൊട്ട് നോക്കുവാണെങ്കിൽ നിയർലി ഒരു 11:45 നമ്മൾ നോക്കുന്ന സമയത്തൊന്നും ഓപ്ഷൻ ചെയിനിൽ വേരിയേഷൻസ് ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ ഓപ്ഷൻ റൈറ്റേഴ്സ് 24,500 ഉണ്ടായിരുന്നു. അതിനുശേഷം വളരെ പെട്ടെന്നാണ് മാർക്കറ്റ് അഗ്രസീവായിട്ടൊരു സെൽ ഓഫ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പൊതുവെ SMCയിലൊക്കെ ട്രേഡ് എടുക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ട്രേഡേഴ്സിന് അറിയാം ഈവൻ ആ ഒരു സ്പേസിലേക്ക് മിറ്റിഗേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ വാലിഡ് ആവുന്ന രീതിയിൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ സെക്കൻഡ് നമ്മൾ ഈ ഒരു സ്പേസ് കിട്ടിയതുകൊണ്ട് തന്നെ ഈ ഒരു സോണിലേക്ക് തിരിച്ചെത്തുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എക്സാക്റ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 215 കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു റേഞ്ചിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് നമുക്കുണ്ടായിരുന്ന ഒരു നല്ല പ്രോപ്പർ റിസ്ക് റിവാർഡ് എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിൽ നിന്ന് ഒരു താഴേക്ക് ഉണ്ടായിരുന്ന ഒരു ഓപ്ഷനായിരുന്നു. അതിനുശേഷം നമ്മൾ ഇന്ന് അനലൈസ് ചെയ്തിട്ടുള്ള മറ്റൊരു സ്റ്റോക്സ് ഉണ്ടായിരുന്നു. അത് HEG ലിമിറ്റഡ് ആണ്. ഓക്കെ, HEG ലിമിറ്റഡ് നോക്കുവാണെന്നുണ്ടെങ്കിലും ഓൾറെഡി ഇത് ഞാൻ സിഗ്നിന് വേണ്ടിയിട്ട് പിക്ക് ചെയ്ത ഒരു സ്റ്റോക്സ് ആണ്. അങ്ങനെ എന്നാൽ പോലും ഇത് ഒരു വീക്ക്ലി അല്ലെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇൻവേഴ്സ് കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേണിൻ്റെ നെക്ക് സ്പേസിലായിരുന്നു ഇത് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ 5 മിനിറ്റ്സിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇത് ആ ഒരു സോണിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു റീടെസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു എൻട്രി സോൺ എന്ന് പറയുന്ന 550 എന്ന് പറയുന്ന റേഞ്ചാണ്. മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 550 എന്ന് പറയുന്ന റേഞ്ചിൽ നിന്ന് അത് അത്യാവശ്യം നല്ലൊരു നിയർലി 13%ഓളം 15%ഓളം മൂവ് അപ്സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു ഇന്ന് നമുക്ക് ഉണ്ടായിരുന്ന 2 എൻട്രീസ് എന്ന് പറയുന്നത്.